ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ട് കലക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെള്ളത്തിലിട്ട പുളി നല്ലോണം പിഴിഞ്ഞെടുത്ത് നമുക്ക് അത് തിളപ്പിക്കാം. ഇത് പുതിയ പുളിയാണ്. പഴയ പുളിയാണെങ്കിൽ നമുക്ക് കുറച്ച് കറുപ്പ് കളറ് ഉണ്ടാവും. പഴയ പുളി വെച്ച് ചെയ്യുന്നത് ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യത്തെ പുളിയേ ഉള്ളൂ. ഞാൻ പുളി ഭരണിയിലിടുന്നത് വീഡിയോ കാണിച്ചിരുന്നു. നല്ല ഉപ്പ് ഇതിൽ തന്നെ ഉണ്ടാവുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യില്ല. ബാക്കി ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ശർക്കര പാനി എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്നത്. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് കഴുകി, ഇഞ്ചി കഴുകി വൃത്തിയാക്കി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുറുകി വരുന്നതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല കുറുകി വറ്റി വരണം. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി റെഡിയായി വരും. നിങ്ങൾക്ക് മധുരം കമ്മിയാണെന്ന് തോന്നുകയാണെങ്കിൽ ശർക്കര ചേർക്കാം. ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിരുന്നു. ആ ശർക്കര പാനി മാത്രമായിട്ട് മധുരമില്ലാത്ത മധുരം ഉണ്ടായിരുന്നു. ഈ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇഞ്ചിപ്പുളിക്ക്. നല്ലോണം കൊതിച്ച് വന്ന് ഇതിലേ നമ്മൾ വെക്കുമ്പോൾ നാളത്തേക്ക് ഒന്നും കൂടി ഇത് കട്ടിയായിട്ട് വരും. നാളെ എടുക്കുന്ന ടൈമിലേക്ക് നല്ലോണം കുറുകി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുക്, വറ്റൽമുളക് എല്ലാം കൂടെ വറുത്ത് ഇത് താളിക്കുന്നു. പുളിയിഞ്ചി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.